റിയാലിറ്റി ഷോ ഇതല്ലേ എനിക്കുണ്ട് സാറേ. സിവിൽ സ്റ്റേഷനിലെ എനിക്ക് ഒരുപാട് ക്ലെയിംസ് ഉണ്ട്. ഭാര്യ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പോയിരിക്കുക മാസപ്പിരിവിനെ. ആഹാ, ഭാര്യക്ക് ഇതന്നെയാണ് തൊഴില്. ഈശ്വരാ, ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ. ഭാര്യയ്ക്ക് മാത്രമല്ല, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി എല്ലാവർക്കും റിയാലിറ്റി ഷോ ആണ് ഉപജീവന മാർഗം. ചാനലുകാര് സീരിയൽ വിട്ട് റിയാലിറ്റി ഷോ തുടങ്ങിയപ്പോഴേ ഞങ്ങൾ സ്റ്റേജ് വിട്ട് ചാനലിലേക്ക് വന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാ ചാനലിലും ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ലോഡ് കുട്ടികളെ മത്സരിക്കുന്നത്. സാറിന് അറിയുമോ അത്? സാറിന്റെ മോളിപ്പോ 7ാം റൗണ്ട് എത്തി നിൽക്കില്ലേ? ഇനി SMS മോളെ രക്ഷിച്ചോളൂ. അതിന് ഞാൻ തന്നെ കാശിറക്കണമല്ലോ. എന്താ സാറേ, സാറിന്റെ മോളുടെ പണി എന്താ? വോട്ട് തണ്ടുക. ഇതുകൊണ്ടുള്ള ഗുണം ആർക്കൊക്കെയാ? മൊബൈൽ കമ്പനിക്കാർക്കും ചാനലുകാർക്കും. പിന്നെ സാറിന്റെ മുഖം യോഗം ഉണ്ട്, ഒരു ഫ്ലാറ്റും കിട്ടും. അവക്ക് ഫ്ലാറ്റ് കിട്ടുന്നതിന് ഞാൻ ഫ്ലാറ്റ് ആകും. സാറ് ഫ്ലാറ്റ് ആയാലും എന്താ സാറേ, ഫ്ലാറ്റ് കിട്ടിയാ പോരെ? സാറി എന്റെ ശമ്പളം കഴിഞ്ഞ മാസത്തേക്കും കുടിശ്ശിയുണ്ട് കേട്ടോ. എപ്പോഴും അതെ, ശമ്പളം ചോദിക്കാൻ അന്നേരം എവിടെ നേരം ഒരു കോള് കയറി വരും. ഹലോ, ആരാ? മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ അത്യാവശ്യമായിട്ട് കല്ലൂർ ജംഗ്ഷൻ വരെ ഒന്ന് വരണം. എന്തിനാ? നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിനാണ് മിസ്റ്റർ. എന്താ കാര്യം? നിങ്ങൾ ആരാ? നേരിൽ പറയാം. ഈ ചാൻസ് നിങ്ങൾ മിസ് ആക്കരുത്. എത്രയും പെട്ടെന്ന് കല്ലൂർ ജംഗ്ഷൻ എത്തണം. ഓക്കെ?